84 സങ്കീർത്തനം. 84 സങ്കീർത്തനം സാധാരണ ഈ ആലയ പ്രതിഷ്ഠയ്ക്ക് വായിക്കുന്ന സങ്കീർത്തനമാണ്. എന്താണ്? ആലയ പ്രതിഷ്ഠയ്ക്ക് വായിക്കുന്ന സങ്കീർത്തനമാണ്. ഞങ്ങൾ ഹോളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വായിക്കുന്ന സാംസാണ് 84 സങ്കീർത്തനം. ഈ 84 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ദൈവസാന്നിധ്യം, ദൈവം വസിക്കുന്ന ആലയം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ മഹത്വം എന്നിവ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. ആലയത്തിൻ്റെ മഹത്വം. ആലയം മഹത്വപൂർണമാകാൻ കാരണം, സൗണ്ട് ഇച്ചിരി കുറയ്ക്കുന്നത്, എനിക്ക് ചെവി അടിച്ചു പോകുന്ന പോലുണ്ട്. ആലയം മഹത്വപൂർണമാകാൻ ഇത് വൈകുന്നേരം വരെ പറയേണ്ടി വരുമായിരിക്കും. സ്തോത്രം. എന്നിട്ട് ഇത് ഇച്ചിരി ഒന്ന് കൂട്ടി വച്ചാൽ ഏതാണെന്നറിയാമോ സ്വിച്ച്? ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ആലയം ആലയം മഹത്വപൂർണമാകാൻ കാരണം ആലയത്തിൻ്റെ പണിയുടെ മഹത്വമല്ല. അവിടെ പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലം ഉണ്ട്. ഇവിടെ മൂന്നിടത്തും ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. മൂന്നിടത്തും പ്രകാശപൂരിതമായ സ്ഥലമാണ്. പ്രാകാരം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഏരിയയാണ്. പ്രാകാരത്തിലെ വെളിച്ചം എന്ന് പറയുന്നത് മനോഹരമായ സൂര്യപ്രകാശമാണ്. അവിടെ ഇങ്ങനെ സൂര്യൻ തെളിഞ്ഞു നിൽക്കുകയാണ്. അവിടെ മഹത്വകരമായ സ്ഥലമാണ്. അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അടുപ്പുപണിയായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ നിലവിളക്കുണ്ട്. അത് കെട്ടുപോകാതെ 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കെട്ടുപോകാൻ പാടില്ല. എന്നാൽ കെട്ട ഒരു സമയമുണ്ട്. അത് ഏലി പുരോഹിതൻ്റെ സമയമാണ്. ഏലി പുരോഹിതൻ്റെ സമയമായപ്പോൾ ആലയത്തിലെ വിളക്ക് രാത്രിയാകുമ്പോൾ ഹൊഫ്നിയും ഫിനെഹാസും വന്ന് കെടുത്തി കളയും. കാരണം എന്നാലേ അവന്മാർക്ക് അതിനകത്ത് സംഗതികൾ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിളക്ക് കെടുന്നതിന് മുമ്പ് ശമൂവേൽ പെട്ടകത്തിൻ്റെ അടുത്ത് വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ വിളക്ക് കെട്ടുപോയ ഒരു കാലം, വചനം ദുർലഭമായ ഒരു കാലം. മനസ്സിലാകുന്നുണ്ടോ? കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ? വചനം ദുർലഭമായ ഒരു കാലം, വിളക്ക് കെട്ടുപോകുന്ന കാലം, ദൈവശബ്ദം കേൾക്കാൻ കാതില്ലാതിരുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവസഭയ്ക്കകത്ത് വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ ആയിരിക്കുന്ന ഈ ദൈവാലയം, എന്നാൽ അതിന് അതിപരിശുദ്ധ സ്ഥലത്തെ പ്രകാശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ആമേൻ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തെ പ്രകാശമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. വിട്ടുമാറാതെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം. ഇവിടെ ഭക്തൻ പറയുകയാണ്, ദൈവമേ നിന്റെ ആലയമാണ് എനിക്ക് വിഷയം. ആരാണിത് എഴുതിയത്? കോരഹപുത്രന്മാരാണ് എഴുതിയത്. അവരുടെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ഇരയായവരാണ്. പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തി നോക്കിയാൽ തലമുറയ്ക്ക് ദൈവാലയത്തിൽ ചെല്ലാനുള്ള യോഗ്യത പോലുമില്ല. അത്രമാത്രം അധമമായ പ്രവൃത്തി ചെയ്ത് മോശയ്ക്കും അഹരോനും ഒക്കെ എതിരെ പിറുപിറുത്ത് ദൈവന്യായവിധി ഏറ്റുവാങ്ങിയവരാണിവർ. ഇല്ലേ? ഇവനെ ആരാ ശുശ്രൂഷയ്ക്കാക്കിയേ? മോശയെ മാത്രമേ ഇവിടെ ശുശ്രൂഷിക്കാനുള്ളൂ? അഹരോനെയും കുറ്റം പറഞ്ഞ് മോശയെയും കുറ്റം പറഞ്ഞ് ദൈവന്യായവിധി ഏറ്റുവാങ്ങിയ പിതാക്കന്മാരുടെ തലമുറ. അവർ പറയുകയാണ്, കർത്താവേ നിൻ്റെ ആലയത്തിൽ വരാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല.
നിന്റെ ആലയത്തിൻ്റെ വാതിൽക്കാവൽക്കാരായിട്ടെങ്കിലും നീ ഞങ്ങളെ ഒന്ന് നിയമിച്ച് അവിടെ ആയിരിക്കാൻ ഞങ്ങൾ കൊതിക്കുകയാണ്. സ്തോത്രം. അതാണ് ഇവിടെ പറഞ്ഞ് നിന്റെ ആലയത്തിൽ, അതാണ് ആ തുടക്കം മുതൽ എൻ്റെ 10ാമത്തെ വാക്യം, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത്. അകത്ത് കയറാൻ പറ്റിയില്ലേലും കുഴപ്പമില്ല, ഡോർ സ്റ്റെപ്പിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടിരിക്കാനെങ്കിലും. ഹലോ, സ്തോത്രം. ആ ഭക്തന്മാരുടെ ആഗ്രഹം അത്രമാത്രം മഹത്വം കൊണ്ട് നിറഞ്ഞ, സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരിടമായിരുന്നു ദൈവത്തിൻ്റെ ആലയം. ഹല്ലേലൂയ. അപ്പൊ ദൈവ സാന്നിധ്യത്തിനകത്ത് വസിക്കാൻ ഈ ആലയമാണ് പിൻകാലത്തിൽ തകർക്കപ്പെട്ടു പോയത്. പറ്റില്ല. പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആലയത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് ഒരുമിച്ച് അല്പസമയം അന്യഭാഷയിൽ കരങ്ങളെ തട്ടി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും, നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും, നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദാവീദോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും, അതാ നിത്യസ്തുതിയുടെ അർത്ഥം. എല്ലാ കാലത്തും എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ, എപ്പോഴും സ്തോത്രം പറയാൻ, അമാവാസിയിലും പൗർണമാസിയിലും, ആമേൻ ആമേൻ, വെളുത്ത വാവിലും കറുത്ത വാവിലും വാവൊക്കെ മാറിപ്പൊക്കോട്ടെ, ഏത് അന്ധകാര മണ്ഡലങ്ങൾ കാർമേഘം മൂടുന്നത് പോലെ നിന്റെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോഴും പ്രതികൂലത്തിൻ്റെ നടുവിലും ആമേൻ എല്ലാം തകർന്നുവെന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോഴും അവിടെ നിന്റെ വായ്ക്കകത്തൊരു സ്തോത്രം തന്നിരിക്കുന്ന, നിന്റെ വായ്ക്കകത്ത് മഹത്വം വെളിപ്പെടുത്തക്ക രീതിയിൽ, നിന്നിലെ ഒരു ആരാധന വെളിപ്പെടുത്തക്ക രീതിയിൽ ആമേൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിന്നെ പൊതിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിനക്കുണ്ടാകുമ്പോഴും, നിനക്കൊരു സ്തോത്രം പോലും പറയാൻ പറ്റാത്തതുപോലെ അന്തരീക്ഷത്തിനകത്ത് നീ ആകുമ്പോഴും, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ നാവിന്റെ കെട്ടിനെ അഴിച്ച് നിന്നെ ആരാധനയ്ക്ക് അകത്തേക്ക് ഇറക്കുന്ന ദൈവം. ആരാധനയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഓരോ ശരീരത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണമേ. ഇന്ന് ഈ ആരാധനയിൽ ഓരോ ശരീരത്തിലും, ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന, ഓൺലൈനായി ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. അവിടുത്തെ മഹത്വം വെളിപ്പെടണമേ. അങ്ങനെ നിത്യം സ്തുതിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ബലമുണ്ട്. അവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം, ആമേൻ, അവർ മേൽക്കുമേൽ തളർന്നു പോകുമെന്നല്ല, അവർ മേൽക്കുമേൽ ക്ഷീണിച്ചു പോകുമെന്നല്ല, അവർ മേൽക്കുമേൽ അവർ തകർന്നു പോകുമെന്നല്ല, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ബലം പ്രാപിക്കും, ബലം പ്രാപിക്കും, ബലം പ്രാപിക്കും. ഇന്ന് ഈ ആരാധനയിൽ നിന്റെ വീക്ക്നെസ് മാറുക. നിന്റെ ശരീരത്തിൻ്റെ വീക്ക്നെസ്, നിന്റെ മനസ്സിൻ്റെ വീക്ക്നെസ്, നിന്നെ തളർത്തുന്ന സകല മണ്ഡലങ്ങളുടെ മേലും ഇന്ന് ഈ ആരാധനയിൽ ജയം വരുന്നു.
അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും എവിടെ ചെന്നെത്തുന്നു? ആരാധിക്കുന്നവൻ സിയോനിൽ ചെന്നെത്തും. ആരാധിക്കുന്നവൻ വഴിയാധാരമാകാൻ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി സ്തോത്രം. ആരാധിക്കുന്നവൻ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവൻ വഴിയാധാരമായി പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ വഴിവക്കിൽ തളർന്നു കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറ വഴിവക്കിൽ തോറ്റു കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരാധിക്കുന്നവൻ സിയോനിൽ ചെന്നെത്തും. ആര്? എല്ലാവരും. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന നീ ഒരിടത്തും തകർന്നു പോകത്തില്ല, ഒരിടത്തും ക്ഷീണിച്ചു പോകത്തില്ല. ഒന്നിനും നിന്നെ തളർത്താൻ പറ്റില്ല, ഒന്നിനും നിന്നെ ബലഹീനമാക്കാൻ പറ്റില്ല, ഒന്നിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒന്നിനും നിന്റെ ശുശ്രൂഷ, നിന്റെ ആത്മീക ജീവിതം, നിന്റെ ക്രിസ്ത്യൻ ലൈഫിനെ തൊടാൻ പറ്റില്ല. നീ ആരാധിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ നിത്യതയിൽ ചെന്നെത്തും. ഒരു പ്രത്യേക അഭിഷേകം ഇതിനകത്തുണ്ട്. സ്തോത്രം പറയാൻ പറ്റാതെ നിന്റെ നാവിനെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആരാധിക്കാൻ കഴിയാതെ നിന്റെ ശരീരത്തെ ബന്ധിച്ച കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. രക്തം ജയമെടുക്കുന്നു. ആമേൻ ജീസസ്. ഈ സാന്നിധ്യം സിയോൻ പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സിയോൻ പർവ്വതം കുലുങ്ങിയെന്ന സിയോൻ പർവ്വതം സാന്നിധ്യം ഇറങ്ങിയപ്പോൾ സിയോൻ പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ സിയോൻ പർവ്വതം ഷെയ്ക്കൺ ചെയ്തെന്ന സ്തോത്രം. അതിനെക്കാട്ടി ബലമുള്ളവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പർവ്വതം ദൈവ സാന്നിധ്യത്തിൽ കുലുങ്ങിയെങ്കിൽ നമ്മൾ പർവ്വതം പോലെ ആകണ്ട. നമ്മൾ സാധാരണക്കാരെ പോലൊന്ന് വിട്ടുകൊടുത്താൽ മതി. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ശരീരത്തിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, നിന്റെ ശരീരത്തെ ദൈവത്തിൻ്റെ മഹത്വമായി ഉപയോഗിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. വിട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവാത്മാവിൽ ഇടപെടുകയാണ്. നിന്റെ ശരീരം ദൈവത്തിന് വിട്ടുകൊട്. നിന്റെ ശരീരം ദൈവത്തെ ആരാധിക്കാൻ വിട്ടുകൊട്. നിന്റെ നാവ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വിട്ടുകൊട്. നിന്റെ ശരീരത്തെ, നിന്റെ ശബ്ദത്തെ ദൈവത്തിന് വിട്ടുകൊട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിന്റെ മഹത്വം കൊണ്ട് ഹോള് നിറച്ച് എന്റെയും നിങ്ങളെയും ദൈവികമായ നന്മകളാൽ, അനുഗ്രഹങ്ങളാൽ, ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കാൻ സർവശക്തൻ. ഓ റിഗമന ഹച്ചറബറബ ഗുഡറബ റിഗധരബറബ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ട് ഇരിക്കും. പ്രൈസ് ദി ലോർഡ്.